അനാവശ്യമായ ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ചില യൂട്യൂബർമാരും ചില ഓൺലൈൻ സംരംഭകരും ഒക്കെ പ്രചരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ പ്രചരിപ്പിച്ച കൂട്ടത്തിൽ നമ്മുടെ നടിയായ അന്ന രാജന്റെ ചില ചിത്രങ്ങളും പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കിടയിൽ മോശം രീതിയിൽ ചില ചിത്രങ്ങൾ പ്രചരിപ്പിച്ച വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് നടി അന്ന രാജൻ. അത് അന്ന രാജൻ അല്ല. സുഹൃത്തുക്കളെ, ഈ വിഷയത്തില് അന്ന രാജന്റെ കയ്യിലും തെറ്റുണ്ട്. അന്ന രാജനെ പോലെ പൊങ്കാലയിടാൻ വന്ന ഒരുപാട് സ്ത്രീകളുടെ കയ്യിൽ തെറ്റുണ്ട്. ഒപ്പം തന്നെ ഇവർ പൊങ്കാലയിടാൻ വന്ന സമയത്ത് ഇവർക്ക് പിന്നാലെ ക്യാമറ തൂക്കി നടന്ന നമ്മുടെ നീലക്കുയിൽ എന്ന് പറയുന്ന അത്തരം ചാനലുകളുടെ കയ്യിലും തെറ്റുണ്ട്. നീലക്കുയിലിനെ പോലുള്ള ചാനലുകൾ ആകെ ശ്രമിക്കുന്നത്, അവരാകെ നമ്മുടെ കേരളത്തിൽ പ്രസിദ്ധമായത് സ്ത്രീകളുടെ നേവലും അവരുടെ ക്ലീവേജും കാണിച്ചുകൊണ്ടാണ് ആ ഒരു ചാനൽ പ്രസിദ്ധമായത്. വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഏറ്റവും മോശമായിട്ടുള്ള ക്യാപ്ഷനുകളായിരുന്നു ഇവർ കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു വലിയ പ്രശ്നമായിട്ടുള്ളത് അന്ന രാജന്റെ ക്ലീവേജുകളും അന്ന രാജന്റെ നേവലുകളും ഗംഭീരമായിട്ട് പ്രദർശിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തത്. അന്ന രാജൻ വന്നത് പൊങ്കാലയിടാൻ വേണ്ടിയിട്ടല്ല, അവർ ശരീര പ്രദർശനത്തിന് വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള കമന്റുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത്. സുഹൃത്തുക്കളെ, ഞാനൊരു സിമ്പിൾ സാധനം പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് അതിലിങ്ങനെ സെർച്ചിങ് ടാബ് കാണാം താഴത്ത്. ആ ഒരു സെർച്ചിങ് ടാബ് എടുത്തിട്ട് നിങ്ങൾ പൊങ്കാല എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യുക. പൊങ്കാല എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് സുഹൃത്തുക്കളെ ഇങ്ങനെയായിരിക്കും. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. നോക്കൂ, പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഈ അന്ന രാജൻ വരുന്നുണ്ട്, വേറെ ആരൊക്കെയുണ്ട് നോക്കിക്കോളൂ. ഇനി ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാ നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഏതാ ചാനല്? നീലക്കുയിലാണ്. നീലക്കുയില് ആ ഒരു പൊങ്കാല ഇടാൻ നിൽക്കുന്ന ആ സ്ത്രീയെ നന്നായിട്ട് സൂം ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് സൂം ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു ക്ലീവേജ് കിട്ടുമോ എന്നുള്ള എല്ലാ ശ്രമവും ലെവൻ നടത്തുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് അന്ന രാജനാണ്. നോക്കൂ, ഈ ഒരു സംഗതിയിലും ഇത് വേറൊരു ഫോക്കസ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ്. നമ്മുടെ ഈ പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഈ പ്രത്യേക ചാനലും ഇതിന് പിന്നാലൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഇവരും എങ്ങനെയെങ്കിലും ഇവരെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കണ്ടില്ലേ, കൃത്യമായിട്ടും എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയുണ്ട്. എല്ലാ തവണയും ഈ ഒരു പ്രോഗ്രാമിന്, അതായത് പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിപ്പിയാണ്. ചിപ്പി ഇല്ലാതെ ഒരു പൊങ്കാലയില്ല എന്ന രീതിയിൽ ചിപ്പിയെ നമുക്ക് എല്ലാ തവണയും കാണാൻ കഴിയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും ചിപ്പിയുമായി ബന്ധപ്പെട്ട ചിപ്പിയുടെ ക്ലീവേജ് ഷോയോ അല്ലെങ്കിൽ ചിപ്പിയുടെ നേവൽ ഷോയോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എവിടെയും നമ്മളത് കണ്ടിട്ടില്ല. അത് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊന്ന് കണ്ടോക്ക്. ചിപ്പിയാണ് സംസാരിക്കുന്നത്. കാരണം ഞങ്ങളുടെ കലം പൊട്ടി ഇനി മര്യാദ ഇതിന്റെ മുട്ട മേളം ഉണ്ടാക്കും. എടുത്തു മാറ്റിക്കെ. മതി, ചാനലുകാരൊക്കെ പോയെ. മതി ഇന്നത്തേക്ക് മതി. ശല്യം ചെയ്ത് ഇത്ര നേരം ഒരു മര്യാദക്ക് സംസാരിച്ചു. ഇനി നടക്കത്തില്ല. ഇനി നിങ്ങൾ കണ്ടില്ലേ, ഇനി ബാക്കി കലം. ആ ചേച്ചി ഭയങ്കര വർഷത്തിലാണ്. ആളുകളൊക്കെ വീഡിയോ എടുക്കാൻ വന്നതിന്റെ ഭാഗമായിട്ട് ആകെ പ്രശ്നമായി എന്നുള്ളതാണ്. ഇതാ ചിപ്പി വരുന്നത്. നമ്മള് പഴയ സിനിമകൾ എന്റെ പ്രായം തുടങ്ങിയതാണ്. അപ്പൊ നമുക്കൊരു കാണാനുള്ള ഭയങ്കര ആവശ്യം. നോക്കൂ, നിങ്ങള് ഈ ഒരു ചിപ്പിയുടെ ആ ഒരു വസ്ത്രധാരണം നോക്കൂ. ഒരു കാരണവശാലും ഈ പറയുന്ന ചാനലുകൾ മുഴുവൻ ഈ ക്ലീവേജ് എടുക്കുവാനും ഒപ്പം തന്നെ നമ്മുടെ നേവൽ എടുക്കാനും വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഈ ചാനലുകൾ എത്ര തന്നെ ശ്രമിച്ചാലും ഇവരെ നേവൽ കിട്ടത്തില്ല, ഇവരുടെ ക്ലീവേജ് കിട്ടത്തില്ല. അതായത് വൃത്തിയായിട്ട് വസ്ത്രം ഉടുക്കാൻ അറിയാമെന്നർത്ഥം. അപ്പോൾ ഇവിടെ വരുന്ന പല ആളുകളും പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടല്ല വരുന്നത്. പൊങ്കാലയ്ക്കിടയിൽ അവരവരെ ശരീര പ്രദർശനം നടത്തിയിട്ട് എങ്ങനെ പ്രസിദ്ധമാവാം എന്ന് മാത്രമാണ് പല ആളുകളുടെയും ലക്ഷ്യം. ഇതാ അടുത്തൊരു ടീമാണ്. ഇതടുത്തത് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാൽ ഇതാ ഇനി വേറൊരെണ്ണം. ഇതൊക്കെ ഏതാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ.
ഇങ്ങനെ കുറെ ആളുകളുണ്ട്. നിങ്ങൾക്ക് പൊങ്കാല എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതാ വേറൊരാള്. ചുറ്റും ചാനലുകളൊക്കെ ഉണ്ട് എന്നുള്ള വ്യക്തമായ ധാരണ ഇവർക്കൊക്കെ ഉണ്ട്. ഇവർക്ക് എങ്ങനെയാണ് കൈ പൊന്തിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് എന്നാൽ ഇത് വേറെ ആളാണ്. ഇതിപ്പോൾ നമ്മുടെ പ്രശ്നം ഉണ്ടാക്കിയ റഹ്മാൻ റനീഷ് എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഇതാ ഏറ്റവും അടുത്ത അവസാനം എന്താ പറയാ, ഇതും വർത്താൻ തന്നെ കേട്ടോളൂ. ലോക്ക്ഡൌൺ ആയപ്പോൾ ഞങ്ങളെല്ലാം ടെൻഷൻ ആയിപ്പോയി. പക്ഷെ അവർ 1 മണിക്കൂറിന് വേണ്ടി ദേവി നടയൊക്കെ തുറന്നു തന്നു. സോ അപ്പൊ ഞാൻ പറയാം, എന്റെ ജന്മം തൊട്ട് എന്റെ ഈ നിമിഷം വരെ ഉള്ളത് ആറ്റുകാലുമായിട്ട് ലിങ്ക്ഡ് ആണ്. ദേവി താലികെട്ട് അമ്പലത്തിൽ തന്നെ വേണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര നേർച്ചയായിരുന്നു. അപ്പൊ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയപ്പോൾ ഞങ്ങളെല്ലാം ടെൻഷൻ ആയിപ്പോയി. പക്ഷെ അവർ 1 മണിക്കൂറിന് വേണ്ടി ദേവി. എന്തായാലും ഇത് ഇവരെ പേരെന്തുവാണത്, ഇതൊരു സെലിബ്രിറ്റിയാണ്. ഇവരെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും പോട്ട്, ഇവരെ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അടുത്ത ഒരാളിതാ കണ്ടില്ലേ. നോക്കൂ, ഈ ചാനലുകാരോട് നിങ്ങൾ ആ അടുപ്പെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് കാണിക്കുക. ആ ദേവിയുടെ ആ ഭാഗത്തേക്ക് വിട്ട് അമ്പലത്തിന്റെ ഫോട്ടോ എങ്കിലും ഒന്ന് കാണിക്കുക. ഇല്ല, നിങ്ങൾക്ക് ഇത് മുഴുവൻ തപ്പി നോക്കി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും അമ്പലത്തിന്റെ ഒരു ഫോട്ടോ പോലും നിങ്ങൾ അമ്പലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നോക്കി, ഇവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എന്തൊക്കെ കവർ ചെയ്യണം എന്നൊക്കെ അറിയാം. പക്ഷെ ഇവരെ ചെയ്യില്ല. ഈ ആളുകളൊന്നും അത് ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അടുത്തതാണ് ഇവര്, അന്ന രാജൻ. ഇവരാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. ആ ഒരു എന്താ പറയാ, ഡ്രസ്സ് എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളിയിട്ടിട്ട് ഇരിക്കാൻ ഇവർക്ക് കഴിയും, ചിപ്പിയെ പോലൊക്കെ ഇരിക്കാൻ സാധിക്കും. പക്ഷെ അവരത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ ചാനലുകൾക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ചില സംഗതികളാണ്. അത് ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ ആൾക്കാരുണ്ട്. നോക്കൂ, അന്ന രാജന്റെ 1.2 മില്യൺ ആണ് ആൾക്കാർ കണ്ടിരിക്കുന്നത്. ഇപ്പുറത്തത് 2 മില്യൺ ആണ്. 1.5 ആണ് അടുത്തത്. അതിൻ്റെ അടുത്തത് 7 ലക്ഷം കണ്ടിട്ടുണ്ട്. അടുത്തത് 7 ലക്ഷം. നോക്കൂ, ലക്ഷങ്ങളാണ് ഇതിൻ്റെ ഒക്കെ വ്യൂസ് എന്ന്. അപ്പൊ അവർക്ക് വ്യൂസ് കിട്ടണം, ഇതിന്റെ ഭാഗമായിട്ടുള്ള വരുമാനം കിട്ടണം. അതുകൊണ്ട് ഇവരത് ഫോക്കസ് ചെയ്ത് വരും. അപ്പൊ പൊങ്കാല ഇടാൻ വരുമ്പോൾ ഭക്തിയോട് കൂടിയിട്ട് പൊങ്കാല ഇടാൻ വരിക. അത് ചിപ്പിയെ പോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നത്. എന്തായാലും ഇപ്പൊ ഏകദേശം പൊങ്കാലയായി. പൊങ്കാല അടുപ്പ് കണ്ടവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണം കേട്ടോ. ബൈ.